പല പ്രേതാനുഭവങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സത്യമാണോ അത് നുണയാണോ? ഒരു ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടായിരുന്ന ജീവന്റെ ഊർജ്ജം. ഈശ്വരാരാധന പോലും ആരാധനയ്ക്ക് തുല്യം തന്നെയാണ് സത്യത്തിൽ. ദൃശ്യശക്തികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ ശാസ്ത്രം കൊണ്ട് എല്ലാം ഒന്നും തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില മാധ്യമങ്ങളിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രേത അനുഭവങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നത്. പ്രേതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഉണ്ടാവുമല്ലോ. നമസ്കാരം, ദ സൺ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു പുതിയ വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രേതം ആരാധന. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് എന്താണെന്നെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാഗതം ശ്രീ വസുദേവ് സൂര്യൻ. നമസ്കാരം. ആദ്യത്തെ എൻ്റെ ചോദ്യം ഞാൻ ചോദിച്ചോളൂ. നല്ല വിഷയമാണല്ലോ. അതെ. ആളുകൾ പല പ്രേതാനുഭവങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ സത്യമാണോ അത് നുണയാണോ? അങ്ങനെയുള്ള പല പല ചിന്തകൾ, സംശയങ്ങൾ. അതെ. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. നല്ലൊരു വിഷയമാണ്. സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ പ്രേതാരാധന എന്ന് പറയുമ്പോൾ, പ്രേതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്ന ചിത്രം ഉണ്ടാവുമല്ലോ. ഏകദേശം അത് തന്നെയാണ് ഇതിന്റെ ചിത്രം. സാധാരണ തിരിച്ചു പറയാറുണ്ട് ആ ചിത്രം. അപ്പൊ യക്ഷിയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു യക്ഷിണി എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് വരുന്ന ആ ചിത്രമല്ല യഥാർത്ഥ ചിത്രം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് സാധാരണക്കാർക്ക് വരുന്ന ഏകദേശ ചിത്രം അത് തന്നെയാണ്. പ്രേത ആരാധന അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് എന്താണ് ഈ പ്രേതാവസ്ഥ എന്നുള്ളത് പറയാം. പ്രേതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ജീവി, അതിപ്പോൾ മനുഷ്യന്റെ നമുക്ക് ആദ്യം പരിഗണിക്കാം. മനുഷ്യന്റെ കാര്യങ്ങൾ പരിഗണിച്ച ശേഷം മറ്റ് ജീവികളുടെ കിടക്കാം. മനുഷ്യന് മാത്രമല്ല പ്രേതം എന്ന് പറയുന്ന ഒരു ഇതുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന് അദ്ദേഹത്തിന്റെ ജീവൻ പോയാൽ എന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ടാൽ ആ ജീവാത്മാവ് ആ പ്രകൃതിയിൽ, അതായത് ജീവൻ നശിക്കുന്നില്ലല്ലോ, ആത്മാവിന് നാശമില്ല എന്നാണല്ലോ പറയുന്നത്. ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ ശരീരം നശിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യക്ഷത്തില് പഞ്ചഭൂതജന്യമായ ശരീരത്തിന് മാറ്റം വരുന്നു. അതായത് അത് വിഘടിച്ച് വീണ്ടും പഞ്ചഭൂതങ്ങളായി വീണ്ടും അത് മറ്റൊരു രൂപം പ്രാപിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മാവ് അതുപോലെ തന്നെയാണ്. അപ്പോൾ ആത്മാവ് ശരീരം വിടുകയാണ്. അപ്പോൾ ആ ഒരു ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടായിരുന്ന ജീവന്റെ ഊർജ്ജം. അപ്പോൾ അത് ശരീരം വിട്ട് കഴിഞ്ഞാൽ എവിടേക്ക് പോകും എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് സാധാരണയായിട്ട് നമ്മൾ പറയുമ്പോൾ അത് പ്രകൃതിയിലേക്ക് പോകും. ആദ്യം ശരീരം വിട്ടു, ഇപ്പോൾ അതിന് മറ്റൊരു ഇടമില്ലാതെ പ്രകൃതിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് പ്രേതാവസ്ഥ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രേതാവസ്ഥ കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത നാൾ കഴിയുമ്പോൾ അത് നമ്മൾ അതിനെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് അത് പിതൃ അവസ്ഥയ്ക്കാക്കി പിന്നീട് നമ്മൾ ബലിയൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ ശാന്തി, അതിന് മോക്ഷം കൊടുക്കുന്ന ഒരു മോക്ഷവിദ്യയിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നമ്മൾ അതിനെ പറഞ്ഞു വിടും. അതാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ അതല്ലാതെ പ്രകൃതിയിൽ എങ്കിലും ഒരു ചെറിയ ഊർജ്ജത്തിന്റെ അവശേഷിപ്പ്, ആ ഒരു ആത്മാവിന്റെ ഊർജ്ജത്തിന്റെ അവശേഷിപ്പ്, ആ പ്രേതത്തിന്റെ ഒരു അവശേഷിപ്പ് പ്രകൃതിയിൽ ഉണ്ടാവും ഒരു ഊർജ്ജമായിട്ട്. ഇതിനെയാണ് നമ്മൾ പ്രേതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രവർത്തിക്കാൻ ശരീരമില്ല. എനിക്ക് ചേച്ചിയെ വിളിക്കണം. ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ കാരണം നമ്മളെ മനസ്സിൽ ചിന്ത വരുന്നു, സംസാരിക്കണം എന്നുള്ള ചിന്ത വരുന്നു. അത് സംസാരിക്കാൻ നമുക്ക് ശരീരം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ സഹായമില്ലാതെ ഒരു വിധത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ഒന്നുകിൽ വിളിക്കണം, അല്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ തോണ്ടണം, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ തൊടണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട, ഒരാൾ അത്ര ദൂരെ ഉണ്ടെങ്കിൽ ഒരു കല്ലെടുത്തെങ്കിലും അദ്ദേഹത്തിന് ഇട്ടുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തേക്ക് എറിഞ്ഞിട്ട് നമുക്ക് അയാളെ വിളിക്കാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രേതാവസ്ഥയിൽ ഈ ചിന്ത വരികയും എന്നാൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കാൻ ശരീരം ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പോൾ ഒരാളെങ്ങനെ വിളിക്കും? ശരീരമില്ലാതെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില മാധ്യമങ്ങളിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രേത അനുഭവങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നത് ഒരു വലിയ വിഷയമാണ്. സത്യമാണല്ലോ, ഉറപ്പായിട്ടും സത്യമാണ്. കാരണം നമുക്ക് നിരന്തരാനുഭവങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കാത്ത തരമില്ല, പിന്നെ പ്രമാണങ്ങളും വിശ്വസിക്കാത്ത തരമില്ല. നമുക്ക് മുമ്പുണ്ടായിരുന്ന ആചാര്യന്മാരും ഋഷികളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ദൈവാരാധന, ഈശ്വരാരാധന പോലും ആരാധനയ്ക്ക് തുല്യം തന്നെയാണ് സത്യത്തിൽ. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു ഉള്ള വസ്തുത തന്നെ. പക്ഷേ അദ്ദേഹം മനുഷ്യജന്മം എടുത്ത് ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹം ഭൂമിയിൽ നിന്ന് മനുഷ്യജന്മം വെടിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മാവ് ആ പൂർണ്ണരൂപമായിട്ട് തന്നെ ഇവിടെ പ്രകൃതിയിൽ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ആരാധന സാധ്യമാവുന്നത്. അതുപോലെ തന്നെ ശ്രീരാമനാവട്ടെ മറ്റ് അവതാരങ്ങളാവട്ടെ എല്ലാവരും മനുഷ്യനായിട്ട് അവതരിച്ചവർ. ഇപ്പോൾ നരസിംഹാവതാരം പോലെയുള്ള അതല്ല നമ്മൾ പറയുന്നത്. പക്ഷെ മനുഷ്യനായിട്ട് അവതരിച്ച അവതാരമൂർത്തികളൊക്കെ തന്നെ അവരും ശരീരം വെടിഞ്ഞവരാണ്. ശരീരം വെടിഞ്ഞാൽ പിന്നെ അത് പ്രേതമല്ലേ? അപ്പൊ നമുക്കത് വിശ്വസിക്കാത്ത തരമില്ല. എന്നാൽ അത് അങ്ങനെയുണ്ട്, ഇത് ഇപ്പുറത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പ്രേതകലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഊർജ്ജത്തിന് വ്യത്യാസം ഉണ്ടാവും. സാധാരണക്കാരന്റെ പ്രേതാവസ്ഥയ്ക്ക് വേറൊരു ഊർജ്ജ നിലവാരമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി ചോദിച്ചത് ഇതൊക്കെ സത്യമാണോ? അപ്പോൾ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും അനുഭവങ്ങളിലും അത് സത്യമാണ്. കാരണം ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പല ഘട്ടത്തിലൂടെ. അപ്പൊ അത് സത്യമാണെന്ന് പറയാനേ ഒറ്റവാക്കിൽ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നിവൃത്തിയുള്ളൂ. പിന്നെ ഈ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേതം എന്ന് ഇത് തന്നെ. അതായത് ഒരു ജീവി ശരീരമുള്ള ഒരു ജീവി
അത് ഒരു ജീവജാലം എന്ന് പറയാം. അതിപ്പോൾ ഒരു പട്ടിയോ പൂച്ചയോ മനുഷ്യനോ ഏതോ ആവട്ടെ. അപ്പോൾ മനുഷ്യനെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് അതിന്റെ കോമൺ ആയിട്ട് അതിന്റെ ഉദാഹരണം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ മരണപ്പെട്ടാൽ ആത്മാവ് പോയി ഇരിക്കുന്ന ആദ്യത്തെ ഇടമാണ് ആ പ്രേതാവസ്ഥ. അതിന്റെ അടുത്ത തലം ഇത് എവിടേക്കാണ് ആദ്യം പോകുന്നത് വെച്ചാൽ അത് പ്രേതാവസ്ഥ എന്ന് വെച്ചാൽ ശരീരമില്ലാത്ത ആത്മാവിന്റെ അവസ്ഥയാണ് പ്രേതാവസ്ഥ. പ്രേതം എന്ന് പറയുന്ന എന്ത് ജീവിയാണെങ്കിലും അതിപ്പോ മനുഷ്യന്റെ മാത്രമല്ല അങ്ങനെ അനുഭവം കണ്ടിരിക്കുന്നത്. ഒരുപാട് ജീവികളുടെ അനുഭവം. ഇപ്പൊ എത്രയോ ആളുകൾക്ക് ചില നാൽക്കാലികൾ ഉൾപ്പെടെ, ഇപ്പോൾ ഡോഗ്സ് ആവട്ടെ, മറ്റ് നാൽക്കാലികൾ ഉൾപ്പെടെ ഇതുപോലെ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതില്ലാന്ന് പറയാൻ നിർവാഹമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ശരീരമുള്ള ഒരു ജീവി അതിന്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ആത്മാവ് പോകുന്ന അടുത്ത തലമാണ് പ്രേതാവസ്ഥ. ആ പ്രേതാവസ്ഥയ്ക്ക് അപ്പുറത്ത് തലങ്ങളുണ്ട്. പക്ഷെ ആ പ്രേതാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതിനെ കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ഒരു തലമുണ്ട്. ആ തലത്തിലുള്ളവർക്ക് ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും. ആ തലം വരെ എത്താത്ത ആളുകളാണ് ഇത് ഇല്ല എന്ന് നിഷേധിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൊടി ഉണ്ടോന്ന് വെച്ചില്ല. നമ്മൾ ഒരു വെളിച്ചം അടിക്കുന്ന സമയത്ത് നമുക്ക് പൊടി പടലങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ആ വെളിച്ചം അടിക്കുന്ന വരെ ആ പൊടി പടലങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അടിച്ച ശേഷം അത് കണ്ടു. ആ വെളിച്ചം പോയപ്പോൾ ആ പൊടി പടലങ്ങളെ കാണാനില്ല. ഈ ഒരു മിഥ്യ ഉണ്ടല്ലോ, അല്ല ഈ ഒരു മായ ഉണ്ടല്ലോ, ഈ ഒരു മായയാണ് നമുക്കും അനുഭവമാകുന്നത്. നമ്മളൊരു തലത്തിലെത്തുമ്പോൾ ആത്മാവിന്റെ അല്ലെങ്കിൽ ആ പ്രേതത്തിന്റെ ഒരു ഊർജ്ജത്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ അത് ആ അവസ്ഥയിൽ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞത് കാണാൻ ചില സാഹചര്യങ്ങൾ ഒത്തുകൂടണം. ഇപ്പോൾ നമ്മളൊരാൾ പറയാ ഇപ്പോൾ ഇത് ഇന്ന് നിങ്ങൾ ഇവിടെ കാണിക്കുന്നു പറഞ്ഞാൽ പറ്റില്ല. കാരണം ഇവിടെ അതിന് വരത്തക്ക സാഹചര്യങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. മുമ്പ് പറഞ്ഞില്ലേ, ഒരു ചാനൽ പറഞ്ഞിരുന്നല്ലോ. എന്ന് വെച്ചാൽ അവർ ചോദിച്ചു, നിങ്ങൾ അത്ര കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു വരുത്തുന്നത്. അതെങ്ങനെയാണ് വിളിച്ചു വരുത്താൻ പറ്റണം? നമ്മൾ ആരാധനകളൊക്കെ ഇപ്പോൾ ശ്രീകോവിലിന്റെ ഉള്ളിൽ നമ്മൾ പൂജിച്ച് ദേവതയെ ആരാധിക്കുന്നത് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യം ഇവിടെ ഇന്റർവ്യൂ സംസാരിക്കാനും പോഡ്കാസ്റ്റ് ചെയ്യാനും വേണ്ടിയുള്ള സാഹചര്യമാണ്. അത് ഇവിടെ നടക്കണ്ടല്ലോ ഉണ്ട്. അപ്പോൾ പ്രേതത്തെ അനുഭവിക്കണമെങ്കിലും ഈശ്വരനെ അനുഭവിക്കണമെങ്കിലും ദേവതകളെ അനുഭവിക്കണമെങ്കിലും അതിന് തക്കതായ സാഹചര്യത്തെ നമ്മൾ സൃഷ്ടിക്കണം. ആ സൃഷ്ടിച്ചാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ പോഡ്കാസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ദേവതയും കാണാൻ പറ്റില്ല, ദേവതയെ ശ്രീകോവിലിന്റെ ഉള്ളിൽ വെച്ച് പോഡ്കാസ്റ്റും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സാഹചര്യങ്ങളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അപ്പോഴാണ് അത് സാധ്യമാവുക. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ സമൂഹത്തിൽ തന്നെ വിവിധങ്ങളായ ആളുകൾ, അതായത് സമൂഹത്തിൽ പല തലങ്ങളിലുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ളവർ, ഉയർന്ന ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ പല മേഖലയിലുള്ള ആളുകൾ, ഇവരാരും സയൻസിൽ പഠിച്ചവർ, ശാസ്ത്രം പഠിച്ചവർ, ചില കാര്യങ്ങൾ നമുക്ക് ഇന്നും ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സ്നേഹം എന്ന് പറയുന്നൊരു വികാരത്തെ നമുക്ക് ശാസ്ത്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. വേദനയുടെ തോത് പറ്റുമോ? നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പറ്റുമോ? ഇപ്പോൾ ചില ആളുകൾക്ക് മധുരം വളരെ ഇഷ്ടമായിരിക്കും, അതേ അപ്പുറത്തെ ആൾക്കാർ മധുരം ഇഷ്ടമല്ല. ചിലർക്ക് എരിവ് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ എരിവ് ഇഷ്ടമല്ല. അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടമുള്ളവരുണ്ട്, ചിലർക്ക് യാത്രകളെ ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഏത് മീറ്റർ വെച്ച് നമ്മൾ അളക്കും? അല്ലെങ്കിൽ ആസ്വാദനത്തിന് ഏത് മീറ്റർ വെച്ച് അളക്കും? അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ശാസ്ത്രം കൊണ്ട് എല്ലാം ഒന്നും തെളിയിക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിന് അതീതമായിട്ടുള്ളതും അതീതമല്ല സത്യത്തിൽ, പക്ഷെ അതുകൊണ്ട് നമ്മൾക്കറിയാൻ പറ്റുന്നതിനപ്പുറത്തുണ്ട് കാര്യങ്ങൾ. മനുഷ്യൻ്റെ അറിവിന് പരിമിതി ഉണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പോൾ ഒരു ചാനലിൽ പങ്കെടുക്കുന്ന ഒരാൾ വിചാരിക്കുന്നത് അദ്ദേഹം എല്ലാം അറിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അറിവുകൾക്ക് പരിമിതി ഉണ്ട്. എല്ലാവരുടെ അറിവുകൾക്കും പരിമിതി. നമുക്കറിയാവുന്ന വളരെ ശകലേ ഉള്ളൂ. പിന്നെ അറിവിന് ഇവിടെ ഒരു പ്രാധാന്യമില്ല. അനുഭവങ്ങളെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? ഇപ്പം ഞാൻ പറയുന്ന ഒരാളോട് ഈ പ്രേതാനുഭവം അതൊക്കെ വെറുതെ പറയുന്ന കെട്ടുകഥകളാണ്, അതൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറയുന്നു. പക്ഷേ അയാൾ നിരന്തരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യമാണ് അയാളുടെ അനുഭവമാണ് അയാൾ വിശ്വസിക്കുക. അനുഭവം തന്നെ. അപ്പോൾ അനുഭവങ്ങളെ വിശ്വസിക്കാനാണ് ഞാൻ പറയുക. ഒരാൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഉണ്ടായവരുത് അനുഭവത്തെ നമുക്ക് ഇല്ലയെന്ന് പറയാനും നിർവാഹമില്ല. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ദൃഷ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ മാത്രം അനുഭവമാണ്. നമുക്കങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമല്ലേ എനിക്ക് പറയാമല്ലോ. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറച്ച് പറയാൻ പറ്റുക. പിന്നെ അദൃശ്യ ശക്തികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അദൃശ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സത്യത്തിലെ ദൃശ്യം തന്നെയാണ്, പക്ഷെ അതിനെ ദൃശ്യമായി കാണാനുള്ള ശേഷി നമുക്കില്ല എന്ന് മാത്രം. ഇപ്പോൾ ഒരു മൈക്രോ ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം, ഒരു സൂക്ഷ്മജീവിയെ, ആ സൂക്ഷ്മജീവിയെ നമുക്ക് കാണാൻ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സാധ്യമല്ല. എന്ന് വെച്ചാൽ അത് അവിടെ ഇല്ലാന്നില്ല. അപ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടിയ സങ്കേതം കൊണ്ട് അതിനെ കാണണം, അതിന് കൂടിയ സംവിധാനം കൊണ്ട് അതിനെ കാണണം. ഇപ്പോൾ മൈക്രോസ്കോപ്പിലൂടെയോ മറ്റെന്തെങ്കിലൂടെ നമ്മൾ കാണും. എന്ന് വെച്ചാൽ ഇതുവരെ അത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനുള്ള ആ ഒരു സൗകര്യം അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി, കഴിവ് നമുക്കില്ല. അപ്പോൾ ഉള്ളതിനെ കൊണ്ട് കാണണം, അല്ലെങ്കിൽ ഉള്ളവർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ രക്തപരിശോധനയ്ക്ക് കൊടുക്കുമല്ലോ, നമ്മൾ കണ്ടിട്ടല്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അതായത് നമ്മൾക്കത് കാണാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലാബിൽ പോകുന്നത്. നമ്മൾക്ക് രക്തം പരിശോധിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു തുള്ളി രക്തം എടുത്ത് നമ്മളെ കയ്യിലെടുത്ത് നോക്കിയാൽ പോരെ, പ്രശ്നമുണ്ടോന്ന്. അപ്പോൾ അതവിടെ എന്ന് വെച്ച് ആ രക്തത്തിൽ ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലേ, കൊളസ്ട്രോളിൻ്റെ അളവുണ്ട്, രക്താണുക്കളുണ്ട്, അല്ലേ, RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നമുക്കറിയില്ല. അറിയില്ല എന്ന് വെച്ചാൽ അറിയാം, കാണാൻ സാധിക്കില്ല. നമ്മളെ കണ്ണിന് പരിമിതി ഉണ്ട്, അവിടെ കാണാൻ പറ്റും. പരിമിതി ഇല്ലാത്ത വസ്തു അവരുടെ അടുത്തുണ്ട് ലാബിൽ. അത് വെച്ച് അവർ നോക്കി നമുക്ക് പറഞ്ഞു തരിക ചെയ്യണം. അപ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യണം, ഇതിങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അവർ പറയണം, നമ്മൾ വിശ്വസിക്കുന്നു.
ഇത് എല്ലായിടത്തും ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് കാണാൻ, ഈ പ്രേതാവസ്ഥയെ കാണാൻ തിരിച്ചറിയാൻ കഴിവില്ല. അപ്പോൾ കഴിവുള്ള ആളുകൾ അപ്പുറത്തുണ്ട്, ഈ ലാബിൻ്റെ കേസ് പറഞ്ഞ പോലെ. അപ്പോൾ അവർ പറയണം, നമ്മൾ വിശ്വസിക്കണം. ഇപ്പം നമുക്ക് അനുഭവം ഇല്ലാത്ത വിശ്വസിക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. ഇപ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോകണം, ഇപ്പോൾ വിദേശത്ത് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അവിടെ പോയി അനുഭവമുള്ള ആളോടല്ലേ ചോദിക്കണം അവിടെ എങ്ങനെയാണ്, എന്താണ് അവസ്ഥ. ഇനിയിപ്പോൾ അനുഭവങ്ങളുള്ള ആളോട് ചോദിച്ചിട്ട് പോയാലും ഇദ്ദേഹത്തിന് അനുഭവം വേറെ ആയിരിക്കും. അയാൾ പറഞ്ഞ അനുഭവം ആണെന്ന് നിർബന്ധമില്ല. അത് അനുഭവങ്ങൾ വ്യക്തിപരമാണ്. ആ അനുഭവത്തിനെ ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. ഒരാൾക്ക് പല്ല് വേനിക്കുന്നുണ്ട്, അത് നിന്റെ തോന്നാലാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ശരിയല്ലേ? കയ്യോ കാലം ഒടിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വേദനകളെ നമുക്ക് തിരിച്ചിപ്പോൾ ഒരാൾ പറയും എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്, ഈ വയറുവേദന എടുക്കുന്നുണ്ട് അയാൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കല്ലാ തരവില്ല. കാരണം അത് കാണാൻ പറ്റില്ലല്ലോ. ഏത് മീറ്റർ കൊണ്ട്, ഏത് മെഷീൻ കൊണ്ട് അളക്കും അയാൾക്ക് വയറുവേദനിക്കുന്നുണ്ട്? അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ വിദ്യാസമ്പന്നരും ഉന്നത സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം, ഇവരെല്ലാവരും ഇത്തരം അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതെ, ഒരുപാട് പേര് പറയും. അപ്പൊ ഇത് ഇവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവരിത് പറയുന്നത്? 100%. കാരണം ഇതൊരു വലിയ വിഷയമാണല്ലേ, ഇതൊരു വലിയ വിഷയമാണല്ലോ. ഇപ്പൊ സാധാരണക്കാരൻ പറയുന്നതിനേക്കാൾ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലുള്ള ആളുകൾക്കുണ്ട്. കാരണം അവർ ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കാം, IS ആയിരിക്കാം, ഒരുപാട് ഞാൻ വ്യക്തിപരമായിട്ട് ആളുകളെ പറയുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിരിക്കാം, അല്ലെങ്കിൽ പല തലങ്ങളിലുള്ള ആളുകൾ. അവർക്ക് ജനങ്ങളെ, അവരെ കൂടുതൽ പേർക്ക് അറിയാം. അപ്പൊ അവർ പറയുന്ന വാക്കിന് സാധാരണക്കാരൻ പറയുന്നതിനേക്കാളും പ്രശസ്തിയുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ അവർ ഇതുപോലത്തെ ഒരു കോൺട്രവേഴ്സി, ഒരു വിവാദ വിഷയത്തെ സംസാരിക്കുമ്പോൾ അവർ വളരെ സൂക്ഷിക്കണമല്ലോ. എന്നിട്ടും അവരത് പറയണമെങ്കിൽ അവർക്ക് അതിൽ എത്രത്തോളം ഉറപ്പുണ്ടായിട്ടാണ്. ഇല്ലെങ്കിൽ അത് അവർ പറഞ്ഞതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം? ഒരു IAS ഇപ്പൊ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം DGP വരെ ഉള്ള സ്ഥാനം വരെ അലങ്കരിച്ച വ്യക്തിയാണ്. അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹം നിരന്തരം ഇതുപോലത്തെ പ്രേതാനുഭവങ്ങൾ പറയുന്നുണ്ട്. ആളുകൾ അദ്ദേഹത്തെ പല വിധത്തിൽ കളിയാക്കുന്നവരുണ്ട്, അത് അംഗീകരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കളിയാക്കുന്നവർ ആ തലം വരെ എത്തിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ IPS കിട്ടി DGP എന്ന പദവി വരെ അലങ്കരിച്ചൊരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് നേട്ടം? അദ്ദേഹം, ഞാൻ നോക്കിയപ്പോൾ അന്വേഷിച്ച പ്രകാരം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിന് ഒരു പ്രതിഫലം പോലും വാങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിലാണ് അദ്ദേഹം വന്ന് ഇന്റർവ്യൂ എടുത്ത് പോകുന്നത്. അപ്പോൾ പണത്തിന്റെ ഇതിനാണ്, പണം നേടാനാന്ന് പറയാൻ പറ്റില്ല. പിന്നെ പ്രശസ്തി അദ്ദേഹത്തിന് ആവശ്യമില്ല, പ്രശസ്തനാണ് അദ്ദേഹം ഓൾറെഡി. പറയാം, ഞാൻ ജനറൽ ആയിട്ട് പറയാം, വ്യക്തി പറയുന്നില്ല. അപ്പോൾ എന്ത് നേട്ടത്തിന് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് നേട്ടം? അപ്പോൾ അനുഭവങ്ങൾ നമുക്ക് ഉള്ളിൽ വെക്കാൻ പറ്റില്ല. ഒരു പരിധി കഴിയുമ്പോൾ അത് നമുക്ക് മറ്റുള്ള ഒരാളോട് പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നൊരാൾ പറയുമ്പോൾ തർക്കിച്ച് അത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനുള്ള ടെൻഡൻസി മനുഷ്യനുണ്ടാവും. ഇവിടെ നമ്മൾ തർക്കിച്ച് പ്രൂവ് ചെയ്യല്ല, നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ വിദ്യാസമ്പന്നരൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം കൂടുതൽ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരൊക്കെ തന്നെയും വിവിധങ്ങളായ ആരാധന കൂടെ കൊണ്ടുവന്നവരാണ്. അത് നമ്മൾ കാണാതെ പോകുന്നത്. നമ്മൾ കോട്ട് സ്യൂട്ട് ഇട്ട് കാറിൽ വന്ന് ഇറങ്ങുന്ന ആ വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവർക്കും പുറകിൽ അവരുടേതായ കടുത്ത ഉപാസനകളും ജപവും പലവിധ സാധനങ്ങളും ഉണ്ട് എന്ന് ഞാൻ അത്ഭുതത്തോടെ പലരും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും കടുത്ത ഉപാസനയുണ്ട്. നമ്മൾ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു മഹാനടന് പോലും നല്ല ഉപാസന ബലമുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ലക്ഷറി ജീവിതം മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. വാഹനം വാങ്ങുന്നതും, ഇവർ പ്രശസ്തരാകുന്നതും, ഇവരുടെ സിനിമയും ഇവരുടെ ഇതും, അത് ഇതിന്റെ പുറകിൽ അവരുടെ വ്യക്തിപരമായ ഉപാസനകൾ ആരും അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ വിദ്യ കൂടുന്തോറും ആ വിദ്യ നേടാനുള്ള ഒരു ടെൻഡൻസി ഒരു വ്യക്തിക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം മറ്ററിവുകളും സ്വന്തമാക്കാൻ അവർക്ക് ആഗ്രഹം. അപ്പൊ അത് അവർ ആ തലം വരെ എത്തിക്കാണും. ഉപാസിച്ചിട്ടും ജപിച്ചിട്ടും ഇതിനെ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ഒരു മണ്ഡലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദൃശ്യ ശക്തികളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ ഒരു മണ്ഡലം വരെ എത്തണം. അങ്ങനെയുണ്ട്. അത് ഇപ്പൊ ഇവിടെ ഇരുന്നാൽ നമുക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയാൽ കുറച്ചുകൂടി ഏരിയ കാണാൻ പറ്റും. ഒരു വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാൽ ഏകദേശം ഈ ഒരു സിറ്റി കാണാം. ഹെലികോപ്റ്ററിൽ പോയാലോ ഈ ജില്ല കാണാം അല്ലേ? അപ്പോൾ ഏകദേശം എത്ര ഉയരങ്ങളിൽ എത്തുന്നു അത്രത്തോളം ദൃഷ്ടി, അല്ലെങ്കിൽ നമ്മൾ ആ വീക്ഷണം കോണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ആ വീക്ഷണ കോണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത്രത്തോളം അറിവുകളെ നമുക്ക് തിരിച്ചറിയാനും സ്വന്തമാക്കാനും പറ്റും. അതാണ് ഈ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കൂടുതൽ തിരിച്ചറിയാനും പറ്റുന്നതും അവരത് പറയാനുള്ള ധൈര്യം കാണിക്കാനും കാരണം. പിന്നെ അദൃശ്യ ശക്തികളെ എങ്ങനെ തിരിച്ചറിയാം? അദൃശ്യ ശക്തികളെ സാധാരണക്കാരൻ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ അദൃശ്യ ശക്തി എന്ന് പറയുന്നത്. പിന്നെ അറിയണമെങ്കിൽ അത് നമ്മളുമായിട്ട് കൊമ്പ് കോർക്കണം. ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ, അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു മരമാണ്, ആ മരത്തിൽ എന്തെങ്കിലും ഇത്തരം ഒരു എനർജി ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോയി അതിലൊന്ന് ചാരുമെങ്കിലും വേണം. എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ഈ ഒരു ഊർജവുമായിട്ട് ഒരു മുഖാമുഖം വരുമ്പോൾ മാത്രമാണ് ആ ഊർജ്ജത്തിന്റെ ഒരു ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ അദൃശ്യ ശക്തി എന്ന് പറയുമ്പോൾ സിനിമയെ കാണുന്ന പോലെ അങ്ങനെ ചിന്തിക്കേണ്ട. ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ ഒട്ടും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. ചില ആളുകളെ വീടായിരിക്കും, ചില വ്യക്തികളും ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യക്തിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, കാണാൻ എല്ലാം കൊണ്ടും തികഞ്ഞ ആൾ. പക്ഷെ നമുക്ക് ആ വ്യക്തിയുമായിട്ട് അതിന് ആളുകൾ ഓറ ക്ലാഷാണ്, ഓറ മാച്ച് ചെയ്യണമെന്നൊക്കെ പറയും. ആ ഓറ തന്നെ അദൃശ്യമാണ്.
ആ ഓറ അദൃശ്യം. ഇപ്പൊ നമ്മൾ ഓറ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു ഊർജ്ജമണ്ഡലത്തിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. അത് ആ ഒരു വ്യക്തിയുടെ ഓരോ വ്യക്തിക്കും അത് കുറച്ച് വലിയൊരു ചുറ്റുണ്ടാവും, ചിലർക്ക് അത് വളരെ കുറവായിരിക്കും. ഉദാഹരണം പറയുമ്പോൾ നമ്മളൊരു വാതിൽ കടന്നു പോവാണ്, അപ്പോൾ നമുക്കൊന്ന് കുനിഞ്ഞ് വേണം പോകാൻ. ചിലപ്പോൾ അത് നമ്മുടെ തലയേക്കാൾ ഒരുപാട് ഉയരത്തിലായിരിക്കും ആ ഒരു വാതിലിന്റെ ഇതെന്ന് പറയും. പക്ഷെ നമ്മൾ അറിയാതെ നമ്മളെ തല തട്ടുമോ എന്ന് വെച്ച് കുഞ്ഞു പോകും. അത് നമ്മുടെ ഓറ അത്രത്തോളം ഉണ്ട്. ആ ഓറ തട്ടിയാലും നമുക്ക് തട്ടുമെന്നുള്ള ഭയം വരും. നിങ്ങളുടെ കൈ ഒങ്ങുമ്പോൾ തന്നെ നമുക്ക് അത് ദേഹത്ത് തട്ടും എന്നുള്ള പേടി വരുന്നില്ലേ? അത് നമ്മളെ ഓറ എത്രത്തോളം ഉണ്ട്. അപ്പൊ ഇവിടെ വീശിയാലും നമ്മുടെ ദേഹത്ത് തട്ടുന്ന ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യാണ്. ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ഈ റിഫ്ലക്സ് കൂടും ഓറയുള്ളവർക്ക്. ഇതുവഴി പോയാൽ തന്നെ നമ്മുടെ ദേഹത്ത് തട്ടുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും. പിന്നെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല. അതാണിത്. അത് വേഗം പോയാൽ മതി, ഇവിടുന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. എന്നാൽ ചില സ്ഥലത്ത് പോയാൽ നമുക്ക് തിരിച്ച് ഇറങ്ങി തന്നെ തോന്നില്ല. ഈ ഊർജ്ജം ഇപ്പൊ ചേച്ചി ചോദിച്ചാൽ ഉത്തരവാണിത്. എന്ന് വെച്ചാൽ എങ്ങനെ അദൃശ്യ ശക്തികളെ തിരിച്ചറിയാൻ പറ്റും? ഇത് തന്നെ നമ്മുടെ അനുഭവം കൊണ്ട്. നമുക്ക് എന്തായാലും ഒരു നല്ല ഊർജ്ജം മാത്രമാണ് നമ്മൾ സ്വീകരിക്കുക, അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുക. ആ നല്ല ഊർജ്ജത്തെ നമുക്ക് നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ടൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞപ്പോൾ ആളുകൾ അംഗീകരിക്കില്ല. നമ്മൾ പറയില്ല, ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുപുറത്ത് എല്ലായിടത്തുള്ള കാര്യങ്ങളാണ്. ഇന്ന ആളെ കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നടക്കില്ല. അപ്പൊ പറഞ്ഞ ആളുകൾ പറയും അങ്ങനെയൊന്നും ഇല്ല, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ ഇതുപോലും ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ അനുഭവത്തിലും വ്യക്തിപരമായ അനുഭവത്തിലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറയുന്ന കേട്ടിട്ടും ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചേച്ചിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിൽ ചില ആളുകളെ കണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നം ഉള്ളതായിട്ട് തോന്നി? അതെന്താന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ഇപ്പൊ ആ പുള്ളിയെ തന്നെ കണ്ടുപോയിന്ന് വെച്ചാൽ അതാണോ പെണ്ണോ ആരെങ്കിലും, പക്ഷെ പോയ കാര്യം ചിലപ്പോ നടക്കുന്നില്ല. പല കാര്യങ്ങളും നടക്കാണ്ട് തോന്നുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും അപ്പൊ ഇനിയിപ്പോ പോകുമ്പോ ഈ ആളെ കാണണ്ട അല്ലേ? ആ ടെൻഡൻസി ഉണ്ടാവില്ല. ഇതാണ് അദൃശ്യ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ 2 പ്രാവശ്യം നമ്മുടെ കാര്യങ്ങൾ മുടക്കേണ്ടി വന്നു. അത് തന്നെ. അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. 3 പ്രാവശ്യം അത് സാധിച്ചില്ല പോയ കാര്യം. അദ്ദേഹത്തിനെ തന്നെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചത്. അതെ, ഇങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മളൊരാളെ കണ്ടുപോകുന്നു, നടക്കാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ പോലും നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ അനാവശ്യമായ തട്ടുകളും മുട്ടുകളും ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാവുന്നു, എന്തോ ഒരു മനസ്സ് കിടന്ന് പിടയ്ക്കുന്നു, നിസ്സാരമായി നടക്കേണ്ട കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളിപ്പോഴും പറയുന്ന പോലെ ആ മനുഷ്യനാണ്, അതൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിന്റെ ഭാഗമാണ്, എപ്പോഴും വിചാരിച്ച കാര്യം നടക്കണം എന്നില്ലല്ലോ, അതൊക്കെ കുഴപ്പമില്ലാന്ന്. 2ാമത്തെ പ്രാവശ്യം കൂടി നമ്മൾ ഒന്നുകൂടി യുക്തിവാദിയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. ഈ പറയുന്ന ആള് യുക്തിവാദിയാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കും, അതൊക്കെ എന്റെ തോന്നലായിരിക്കും, മനസ്സിന്റെ തോന്നലായിരിക്കും, അതൊക്കെ നമ്മൾ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടായിരിക്കും. 3ാമത്തെ പ്രാവശ്യം വിശ്വസിക്കും. അല്ല, 3ാമത്തെ പ്രാവശ്യം വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിലും വിശ്വാസമൊന്നുമില്ല, എന്നാലും കണ്ടോണ്ട് പോണ്ട, അങ്ങനെ പറയും. യുക്തിവാദി ഇങ്ങനെ പറയാ, സംഭവം എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പോവല്ലേ, അപ്പൊ ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ തിരക്കില്ല, ഇപ്പൊ മോളുടെ കാര്യമാണ്, ഇപ്പൊ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം പോയിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറഞ്ഞു, കണ്ണി വേണ്ട, ഞാൻ തിരിച്ചു പോയി വീട്ടിൽ പോയിട്ട് രണ്ടാമത് ഇറങ്ങാം. ഇതൊക്കെ ഒരു പരിധി വരെ ശരി. ഇതിനൊന്നും നമ്മൾ ആ വ്യക്തിയെ ഊർജ്ജം അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ കയറി പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടു, അതുകൊണ്ട് നമ്മൾ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ആ യാത്ര മുടക്കിയല്ലോ, എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി, വെള്ളമൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ചു. അതിലെന്തെങ്കിലും അതെ, കാരണം നമ്മളത് മുടക്കി. നമുക്കുള്ള അനുഭവം എന്താണ്? ഇദ്ദേഹത്തെ കണ്ടു പോയാൽ കാര്യം മുടങ്ങും. ഞാനീ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞാനിത് പറയുമ്പോഴേ ആളുകൾ അത് വേറെ രീതിയിൽ എടുക്കും. പക്ഷെ ഇന്ന് നമ്മൾ താന്ത്രിക മാന്ത്രിക ജ്യോതിഷമൊന്നല്ല, ഇങ്ങനെയുള്ള അനുഭവങ്ങളെ പങ്കെടുക്കുന്ന ഒരു ചർച്ച മാത്രമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയാൽ മുടങ്ങും, അപ്പൊ നമ്മളായിട്ട് മുടക്കി തിരിച്ചു കയറി, ഇല്ലെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ എങ്ങനെയാലും മുടങ്ങും. അപ്പൊ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഇത് നമ്മളായിട്ട് മുടക്കി തിരിച്ചു കയറി നമ്മുടെ സമയം ലാഭിക്കുക, ഇല്ലെങ്കിൽ എല്ലായിടത്തും എത്തേണ്ടടുത്ത് എത്തിയിട്ട് മുടങ്ങിയിട്ട് തിരിച്ചു വന്ന് മറ്റൊരു സംഭവം. അപ്പൊ നമ്മളായിട്ട് അത് മുടങ്ങണം എന്നുള്ളതാണല്ലോ. നമ്മളായിട്ട് മുടക്കി കയറി എന്നിട്ട് നമ്മൾ 2ാമത് ഫ്രഷായി പുതുതായിട്ട് ഇറങ്ങുന്നു. അതൊക്കെയാണ്, അത് ഊർജ്ജങ്ങളാണ്. അത് 2 വിധത്തിൽ ഞാൻ ചിന്തിക്കാം. ഒന്നുകിൽ ആ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തി നമുക്ക് തരുന്ന ഒരു എനർജി അങ്ങനത്തെ എനർജി ആയിരിക്കും. വ്യക്തി എന്നല്ല, എന്താണെങ്കിലും ശരി, ഒരു വസ്തു, അങ്ങനെ പറയാം. മനുഷ്യനെ പറഞ്ഞാലേ ആളുകൾക്ക് പ്രശ്നം, മനുഷ്യനല്ല, ഒരു വസ്തു. ആ വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ അത് ശുഭമല്ല എന്നുള്ളൊരു ചിന്ത, ഈ ഉദ്ദേശം പോകുന്ന ആ നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, ഒരു പർപ്പസ് ഉണ്ടല്ലോ, അത് സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഊർജ്ജപ്രവാഹം നമുക്ക് തന്നെ ഉണ്ടാവുകയാണ്. അതിപ്പോൾ ഇങ്ങനെയായി പോയല്ലോ എന്നുള്ളൊരു. അപ്പോൾ അത് അങ്ങനെയാവാം. ഇല്ലെങ്കിൽ ഈ ആൾറെഡി ഈ കാര്യം സാധിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമുക്കതൊരു നിമിത്തമായിട്ട് കാണിച്ചു തന്നായിരിക്കാം. അങ്ങനെയും ചിന്തിക്കാം. 2 രീതി ചിന്തിക്കാം. ഒന്നുകിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിന് നടക്കില്ല എന്ന് നമുക്കൊരു നിമിത്തം കാണിച്ചു തന്നായിരിക്കാം. ഇല്ലെങ്കിൽ ഈ ഊർജ്ജം നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവം കൊണ്ട് ആ ഊർജ്ജം കൊണ്ട് നമുക്കത് കാര്യം നടക്കാതെ പോകുന്നതും ആവാം. അങ്ങനെ അതാണ് ചില ഉണ്ടാവുന്നത്. ഇത്തരം നെഗറ്റീവ് സംഭവങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാം?
അതെ, ഇപ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിലല്ലേ അതെ ചോദിക്കുന്നത്? അതെ അതെ സാധാരണക്കാരുടെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളുടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് റിസ്ക് എടുക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പോൾ ഒരു വഴിക്ക് നമ്മൾ പോയി, അവിടെ റോഡ് ക്ലോസ് ആണ്, അവിടെ അപ്പോൾ നമ്മൾ കുറേ കറങ്ങി തിരിഞ്ഞ് പോകേണ്ടി വന്നു. അത് അറിഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം വീണ്ടും അതുവഴി പോകാതിരിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റാരോടും പറയാൻ പോണ്ട, അത് നമ്മുടെ മാത്രം അനുഭവമായിട്ട് പിന്നീട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമുക്ക് ഇപ്പൊ മറ്റുള്ളവരോട് ഇപ്പൊ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സംശയങ്ങളെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി പോയില്ല? ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ കാര്യം ഞാൻ പറയാണ്, അവിടെ ഇന്ന പോലെ എനിക്ക് തടസ്സങ്ങൾ ഉണ്ടായി. അപ്പൊ അത് മറ്റൊരു വ്യക്തിക്ക് അതുപോലെ ആ തടസ്സം ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്കത് നമ്മുടെ മാത്രം അനുഭവമായിട്ട് കണക്കാക്കാനേ പറ്റുള്ളൂ. ഇത് ഒരിക്കലും മറ്റൊരാളോട് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ അവർ വിശ്വസിക്കണം, അങ്ങനെയില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് പേര് അങ്ങനെ ഇപ്പോൾ എല്ലാ നാട്ടിലും അങ്ങനത്തെ ഒരാളൊക്കെ ഉണ്ടാവും. എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ ഇത് കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളെ നാട്ടിലെ ആ ആളാരെന്ന് കമന്റ് ചെയ്യൂ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം അത് എന്തെങ്കിലും ഒരു പേരിൽ ഒരു XYZ എന്തെങ്കിലും പേരിൽ ഒരാളുണ്ടാവും. അതിപ്പോ നമ്മളുടെ മാത്രം അനുഭവമാണെങ്കിൽ ആ ആള് ഈ ഒരു പേരിൽ ഫേമസ് ആവില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, എല്ലാരും പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാ ഞാൻ പറയുകയാണെങ്കിൽ അത് എന്റെ അനുഭവം, എല്ലാരും പറയുമ്പോ ആരുടെ അനുഭവം അത് പറയാൻ പറ്റില്ല. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇത് കേൾക്കണവരൊക്കെ ചിലപ്പോ തമാശയായിട്ട് വിചാരിക്കും കേട്ടോ. ഇപ്പൊ ഇഷ്ടം പോലെ മാവില്, അപ്പൊ ആ ഒരു വ്യക്തി അത് പറയാണ്, മാങ്ങ ഉണ്ടായിട്ടില്ല, നല്ല പൂത്ത് നിൽക്കാണോ മാവ്. ഈ വ്യക്തി ആണോ പെണ്ണോ ആരെങ്കിലും ആവട്ടെ, ഇദ്ദേഹം പറയാണ്, എന്താണ് എന്തോരം നല്ല പൂത്തുലഞ്ഞാ നിൽക്കണെന്ന് പറയാണ്. പിറ്റേ ദിവസം ഭയങ്കര ഒരു കാറ്റ് വന്ന് അത് ഫുള്ള് പോവാണ്. അപ്പൊ അവിടെ നമ്മൾ ഇത് ഈ ഒരു എനർജി തന്നെയായിരിക്കും. അതെ അതെ, അത് വാക്കിന്റെ അക്ഷരങ്ങളുടെ ഊർജ്ജമാണ്. ഇപ്പൊ നമ്മൾ മന്ത്രം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രം എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഊർജ്ജ പ്രവാഹത്തിനെ നമ്മൾ ക്രോഡീകരിച്ചാണ് മന്ത്രം. അപ്പൊ അക്ഷരങ്ങൾ മലയാള മന്ത്രങ്ങൾ, മലയാളത്തിലെ അക്ഷരങ്ങൾ തന്നെയാണ് ഈ മന്ത്രങ്ങൾ. അല്ലെങ്കിൽ അക്ഷരങ്ങളാണോ മന്ത്രം വെച്ചാൽ അക്ഷരം തന്നെയാണ് മന്ത്രം. 51 അക്ഷരം അല്ലെങ്കിൽ 50 അക്ഷരം, സംസ്കൃതത്തിലാണെങ്കിൽ 50 അക്ഷരം, ഈ അക്ഷരങ്ങൾ തന്നെയാണ്. അപ്പൊ ഇപ്പൊ മലയാള മന്ത്രങ്ങൾ കുറച്ചുകൂടി ഫലിക്കാൻ കാരണം എന്താ അറിയോ? നമ്മൾ ചെറുപ്പം മുതലേ ഇത് സംസാരിക്കുന്നുണ്ട്, ഈ ഭാഷ അതെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിച്ച് ഇതിൽ ഏതെങ്കിലും 1-2 അക്ഷരമൊക്കെ നമുക്ക് സിദ്ധിയായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മന്ത്രസിദ്ധിയുടെ ഭാഗത്ത് പറഞ്ഞില്ലേ, അതായത് പ്രചരണമൊക്കെ പറഞ്ഞല്ലോ, ഇത്ര ലക്ഷം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് നമുക്ക് സിദ്ധി. ഇങ്ങനെ ഒരു അക്ഷരം ഇപ്പൊ ഏതെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന വാക്കിലുള്ള, അല്ലെങ്കിൽ ആ എന്ന അക്ഷരമോ ഈ എന്ന അക്ഷരമോ ഓ എന്ന അക്ഷരമോ ഏതെങ്കിലും സിദ്ധിയായിട്ടുണ്ടാവും. ഈ ഒരു സിദ്ധിയായ അക്ഷരം ഈ മന്ത്രത്തിലുണ്ടാവും, നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിൽ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇപ്പൊ ആളുകൾ വിചാരിക്കുന്ന പോലെയല്ല ഈ മന്ത്രം ഫലിക്കുന്നതും മന്ത്രങ്ങൾ സിദ്ധിയാവുന്നതും. അപ്പോൾ വാക്കിന് ശക്തിയുണ്ട്, അക്ഷരങ്ങൾക്ക് ശക്തിയുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻഷന്, അതായത് നമ്മൾ എന്തിനാണിത് ഉച്ചരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം കാണുന്ന കാഴ്ച, അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാവുന്ന ആശ്ചര്യം, ഇത് പറയാനുള്ള ആ ഒരു വ്യഗ്രത, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഒരു കുശുമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അത്ഭുതമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഊർജ്ജത്തിന് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണത്. ചില്ലറ പരിപാടിയല്ല. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, അത് എല്ലാവരിലും ഒരുപോലെ ആവണമെന്നില്ല. ചില ആളുകൾ ഇപ്പൊ എല്ലാ വീടുപാത്രം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവരൊന്നും പറഞ്ഞാലും നമുക്ക് അനുഭവം ഒന്നും ഉണ്ടാവില്ല. ചില ആളുകളെ ഇങ്ങനെ ഇതുപോലുള്ള വീടുപാത്രങ്ങളൊക്കെ പറയും, ഇപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ സ്വന്തം തന്നെ മരണപ്പെടുന്നതിനെ പറ്റിയും, പിന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചത്തുപോണതിനെ പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആൾക്കാർ, പോയിരുന്നെങ്കിൽ ഇപ്പൊ ചത്തുപോയനെ അങ്ങനെയൊക്കെ പറയുന്നത്. അവരെ നാവിലെ ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അത് അറം പറ്റുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടൊന്നും അനുഭവപ്പെടാറില്ല. ചില ആളുകൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നമുക്ക് അനുഭവം വരും. അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ആ ഊർജ്ജം ചിന്തിച്ചാലും മതി, പറയും വേണ്ട. മനസ്സിൽ ജപിച്ചാലും മന്ത്രം ഫലിക്കുന്നില്ലേ? ജപം എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോൾ അത് ചേർത്ത് പറയണാണ്. പല വിധത്തിൽ ജപമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന പോലെ ഉച്ചരിച്ചുകൊണ്ടുള്ള ജപമുണ്ട്, അതും ഫലിക്കുന്നുണ്ട്. ചിലത് ചുണ്ടനക്കി പെറുപിറുത്തുകൊണ്ടുള്ള ജപമുണ്ട്. ചുണ്ടനക്കുന്നുണ്ട് പക്ഷെ മർമറിയ പെറുപിറുക്കുന്ന പോലുള്ള ജപം, നമുക്ക് മാത്രം കേൾക്കുന്ന രീതി, അതും ജപം തന്നെ. ഇനി ചുണ്ടനക്കുന്നുണ്ട്, ശബ്ദം വരുന്നില്ല, അതും ജപം തന്നെ. ചുണ്ടനക്കുന്നില്ല, മനസ്സിൽ ജപിക്കുന്നു, അതും ജപമാണ്. ഇനി വേറൊന്നുണ്ട്, മനസ്സിൽ ജപിക്കുന്നു, അത് തന്നെ എഴുതുന്നതായിട്ട് നമ്മൾ വായിക്കും ചെയ്യുന്നു. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ്, ബുദ്ധിമുട്ടാ. ഒരുപാട് ഫോക്കസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ജപിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ണടക്കുകയാണ്, എന്നിട്ട് ജപിക്കുകയാണ്, നമ്മൾ ജപിക്കുന്നുണ്ട് മനസ്സിൽ, അതേ സാധനം നമ്മൾ അത് വായിക്കുന്നുണ്ട് എഴുതിയ പോലെ. ഇപ്പൊ നമഃ ശിവായ എന്നാണെങ്കിൽ ആ നമഃ ശിവായ എന്ന് എഴുതിയ ആ ഒരു അക്ഷരങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, മനസ്സിൽ ജപിക്കുന്നു. ഇനി വേറൊന്നുണ്ട്, മന്ത്രം ജപിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് അതിനെ സപ്രസ് ചെയ്യുക, അജപജപം, അതായത് ജപിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരിക മന്ത്രത്തിനെ, എന്നിട്ട് അതിനെ അമർത്തുക, അവിടെയും ഊർജ്ജം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മൗനവ്രതമൊക്കെ പറയുമല്ലോ. മൗനവ്രതം എന്ന് പറഞ്ഞാൽ അത് വളരെ പവർഫുൾ ആണ്. ഒരാളുടെ ഉപാസകൻ അല്ലെങ്കിൽ ഉപാസനയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, മന്ത്രസാധന ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ വളരെ പവർഫുൾ ആയ ഒരു ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഇത് മൗനവ്രതം. എന്താന്ന് വെച്ചാൽ സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്ന ആൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുള്ള ആശയം വന്ന് ഇവിടെ തിങ്ങിയിരിക്കും. ഇത് വാക്കുകളായിട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പൊ തിങ്ങി വരുന്നതിന് നമ്മൾ ഒതുക്കുകയാണ്.
അത് സപ്രസ് ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജപത്തിൻ്റെ എഫക്റ്റ് അത്. ആ, ഇപ്പോൾ ഒരാൾ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം പറയുകയാണ്, നമ്മൾ മൗനവ്രത്തിലാണ്, നമ്മളൊന്ന് കേട്ട് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ആ ചിരിക്കണമെങ്കിൽ നമുക്കവിടെ പ്രതികരിക്കാതെ നമ്മൾ ആ ചിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ആ ഒതുക്കുന്ന സപ്രസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അടക്കുന്ന ആ വികാരം ഉണ്ടല്ലോ, ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ചിന്ത നമുക്ക് ഊർജ്ജത്തെ വളരെ ഇരട്ടിപ്പിക്കും. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞാൽ മനുഷ്യനുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ വ്രതം നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ത്യജിക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അങ്ങനെ ത്യജിക്കുമ്പോഴാണ് മനുഷ്യൻ ശക്തനാവുന്നത്. കാലാകാലത്തേക്കല്ല, നിശ്ചിത കാലത്തേക്ക്, സാധന സമയത്ത്. ഇപ്പോൾ ഏത് പ്രേതാനുഭവം പറഞ്ഞാലും അവസാനം സാധനയിലും ഉപാസനയിലും ഒക്കെ എത്തി വരും. അതാണ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 16 ദിവസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ചടങ്ങുകളൊക്കെ തീരുള്ളൂ. അതായത് 16 ദിവസം എല്ലാം കഴിഞ്ഞ് 17ാമത്തെ ദിവസമാണ് നമ്മൾ അതൊക്കെ ചുരുക്കി പലയിടത്തും. ഇപ്പൊ പലയിടത്തും അതും ചുരുക്കി, അതെ അതെ, ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് അതൊക്കെ ചുരുക്കി. അപ്പൊ ഇത് എന്തായിരിക്കും ഈ 16 ദിവസം എന്നുള്ളത്? അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ ചുരുക്കിയത് പ്രേതാത്മാക്കൾ അറിഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. നമ്മുടെ സൗകര്യം മാത്രമേ ഉള്ളൂ, അവരെ അറിയിച്ചിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ഒരു വ്യക്തി മരണപ്പെടുന്നു, ആ വ്യക്തി മരണപ്പെടുമ്പോൾ അവിടെ ഒരു പ്രേതാത്മാവ് ജനിക്കുന്നു. മനസ്സിലായോ? ഒരാൾ മരിക്കുന്നു, പ്രേതാത്മാവ് ജനിക്കുന്നു. അതായത് ഇതുവരെ ആ വ്യക്തിയിലുണ്ടായിരുന്ന ആത്മാവ് പ്രേതാത്മാവല്ലല്ലോ. അപ്പൊ പ്രേതാത്മാവ് ജനിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് സമാനമാണ്. അപ്പൊ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിലാണ് ഒരു വ്യക്തി മരണപ്പെടുന്നത്. അശ്വതി നക്ഷത്ര ജാത പ്രേതം എന്ന് പറയുന്നത്, അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പ്രേതം. അപ്പോൾ ആ വ്യക്തി ജനിച്ച് മരിച്ചപ്പോ അവിടെ ആ ആത്മാവാകുന്ന പ്രേതാവസ്ഥയുടെ ജനനം നടക്കണം. അത് അതിന്റെ ശൈശവാവസ്ഥയിലാണ്. ഈ ശൈശവാവസ്ഥയിലിരിക്കുന്ന പ്രേതാത്മാവ് 16 ദിവസം കൊണ്ടാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലെത്തുന്നത്. ശൈശവാവസ്ഥ മാറി അതിന്റെ പൂർണ്ണാവസ്ഥയിലെത്തി അതിന് പിതൃ ആവാനുള്ള യോഗ്യത നേടാൻ 16 ദിവസം വേണം. ഇത് സംഘടനക്കാര് തീരുമാനിച്ചാൽ നടക്കുമോ? അതില്ല. ഇതാണ് അതിന്റെ രീതി. എന്ന് വെച്ച് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നു ഇനി മുതൽ 12 ദിവസമാകുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഈ പ്രപഞ്ചം തീരുമാനിച്ച് ഉറപ്പിച്ച ഈ ഒരു കാര്യം 12 ദിവസം കൊണ്ട് നടത്തുമോ? നടത്താൻ പറ്റില്ലല്ലോ. അതല്ലേ, അതാണ് അതിന്റെ കാര്യം. അപ്പോൾ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച പ്രേതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ശൈശവാവസ്ഥയിൽ നിന്ന് അത് എത്താൻ വേണ്ട സമയമാണ് 16 ദിവസം. അത് 12 ദിവസം കൊണ്ട് മോന് അമേരിക്ക പോകണം അല്ലെങ്കിൽ മോക്ക് പിന്നെ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കൊണ്ടോ 12 ദിവസം കൊണ്ടോ ചെയ്താൽ അത് എത്തില്ല. അപ്പൊ അതിന് ബലി സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, പ്രേതാവസ്ഥയിൽ സൗകര്യം നോക്കി ഒരുമിച്ച് ബലിയിടണോ? അതെ, ഞാൻ പറഞ്ഞില്ലേ, പ്രേതാവസ്ഥയിൽ ബലി സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിതൃ അവസ്ഥയിലേക്ക് എത്തണം, അതായത് 16 ദിവസം കഴിയണം. അപ്പൊ പിതൃ അവസ്ഥയിൽ എത്തിയാൽ മാത്രം ബലി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രേതാത്മാവിന് അല്ലെ അപ്പൊ അത് പ്രേതാവസ്ഥയിലാണല്ലോ. അപ്പൊ നമുക്ക് പ്രേതാത്മാവെന്ന് പറയാം. അത് മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ആ അവസ്ഥയിൽ തന്നെ തുടരും. പിന്നീട് അത് പ്രശ്നങ്ങളായിട്ട് വരും പിൽക്കാലത്ത്. ഇപ്പൊ നമുക്ക് 12 വർഷം എന്ന് പറയുന്നത് അവർക്കൊരു ദിവസം ഓർക്കണം. നമ്മുടെ 12 വർഷമാണ് അവരൊരു ദിവസം. അപ്പോൾ ഒരു 12 വർഷത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പകുതി, ചുരുക്കം പറഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. ഇപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെയാണ് നമ്മുടെ 6 വർഷം. അപ്പോൾ രാവിലെ തൊട്ട് ഒന്നും കിട്ടിയില്ല എന്ന് അവർ ചിന്തിക്കുന്നതാണ് 6 വർഷം കഴിയുമ്പോൾ ഇവിടെ അടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാണ് ഇന്നത്തെ ദിവസം ഒന്നും തന്നില്ല എനിക്ക്, ഇന്നത്തെ ദിവസം എന്നെ പരിഗണിച്ചില്ല എന്ന് പറയുന്നത് 12 വർഷം കൂടുമ്പോൾ അറഞ്ചം പറഞ്ഞ് അടിയിടണം. അപ്പൊ അവരെ 12 വർഷം എന്ന് പറയുന്നത് നമ്മുടെ 12 വർഷം എന്ന് പറയുന്നത് അവരുടെ ഒരു ദിവസം. അപ്പോൾ ഇപ്പോൾ ഒരു ആചാരമൊക്കെ മുടങ്ങി, ഇപ്പം എന്തെങ്കിലും ഒരു അനുഷ്ഠാനമൊക്കെ മുടങ്ങി, കുലാചാരം പോലുള്ളതൊക്കെ നമ്മൾ അതാണല്ലോ മെയിൻ. അപ്പോൾ മുടങ്ങി, അപ്പോൾ ഒരു 24 വർഷക്കാലം അത് മുടങ്ങിപ്പോയാൽ അവർ ചിന്തിക്കണം എന്താ അറിയോ? 2 ദിവസം മുടങ്ങി, അത്രയേ ഉള്ളൂ. 48 വർഷം മുടങ്ങിയാൽ 4 ദിവസം മുടങ്ങി. എന്നിട്ടാണ് ഈ രീതിയിൽ കിട്ടുന്നത്. അപ്പം അത് തലമുറ പോകുന്തോറും ഈ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ആഘാതം കൂടാൻ കാരണം അതാണ്. ഒരു ദിവസം പോലും അവർ സഹിക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എങ്ങനെയാണോ അതിൻ്റെ അനുഷ്ഠാനം അനുഷ്ഠിക്കേണ്ടത്, അണുവിട തെറ്റാതെ കൃത്യമായി ആ പൂർവികർ എങ്ങനെയാണോ അവർ കണ്ടുപിടിച്ച് അനുഭവിച്ച് പറഞ്ഞു തന്നത്. ഈ അടിയൊക്കെ കൊണ്ടിട്ടാണ് അവരിത് പഠിച്ചത്. അവരിത് പുസ്തകം നോക്കി പഠിച്ചല്ലോ, അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, പോഡ്കാസ്റ്റും ഇല്ല. അപ്പോൾ അവരിത് അനുഭവിച്ചു, എന്നിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു, അതെ ഇങ്ങനെയാണ് ഇത്ര നാളുകൊണ്ട് ചെയ്യേണ്ടത്, ഇന്നെ പോലെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നമ്മുടെ സൗകര്യാർത്ഥം മാറുമ്പോൾ അവരനുഭവിച്ച അടി വീണ്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ അണുവിട തെറ്റാതെ ചെയ്യണം എന്ന് പറയുന്നത്. ചിട്ട ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചിട്ട തെറ്റിച്ചവന്റെ അനുഭവം നമുക്ക് പറഞ്ഞു തന്നതാണ് ചിട്ട വേണം എന്നുള്ളത്. ഈ വർഷം ബലിയിടുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം അത് മുടങ്ങിപ്പോയെന്ന് ചോദിച്ചോ. അപ്പൊ അത് ഒരുമിച്ചിടാറുണ്ട് അതിനെ. അത് സാധ്യമൊന്നും, അത് ശരിയാണോന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല. അതാണ് ഒന്നാമത്തെ ഫസ്റ്റ് അതിന്റെ ആൻസർ ഒറ്റ വാക്കിൽ കൊടുത്തത്. എങ്ങനെയെന്ന് വിചാരിച്ചാൽ, ഇപ്പം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ,
ഇപ്പം നമ്മുടെ വീട്ടിലൊരു അമ്മ, നമ്മളിപ്പോഴും വീട് വെച്ചാണല്ലോ ഉദാഹരണം പറയാം. അതെ അതെ. വീട്ടിലൊരു അമ്മയ്ക്ക് ആഹാരം നമ്മൾ ദിവസം ഉണ്ടാക്കി കൊടുക്കുന്നു, ആഹാരം 3 നേരം വെച്ച് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ആഹാരം ഒന്നിച്ച് കഴിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോകാമെന്നുള്ളത് സാധിക്കുമോ? അത് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു മാസക്കാലം പട്ടിണി കിട്ടിട്ട് ഒന്നിച്ച് കുറേ ആഹാരം കൊടുത്തുകൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട അതേ സമയത്ത് തന്നെ ചെയ്യണം. ഒരു കുഞ്ഞിന് പാല് പോട്ടെ, അമ്മയുടെ അച്ഛനും പോട്ടെ, ഒരു കുഞ്ഞിന് പാല് കൊടുക്കണം ഒരമ്മ. അത് ഉദാഹരണമാണല്ലോ. ഒരു ദിവസം പാല് കൊടുത്തിട്ട് ആ കുഞ്ഞിനെ 2 മാസം കൊടുക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ 2 മാസം കണ്ട് ഒന്നിച്ച് കൊടുത്തോണ്ടും കാര്യമില്ല. അപ്പോൾ എല്ലാം അതിൻ്റെതായ രീതിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്, എല്ലാ രീതിക്കും തന്നെയാണ് ചെയ്യേണ്ടത്. ഷോർട്ട് കട്ട്സ് ഒന്നിനുമില്ല. എളുപ്പപ്പണികളൊന്നും, ഇത് എളുപ്പപ്പണികൾ ചെയ്താൽ പിന്നീട് വലിയ പണികൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ വീടുകളൊക്കെ ചെയ്യുന്ന വലിയ വലിയ പൂജകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബാധയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ കുലാചാരമൊക്കെ പുനഃസൃഷ്ടിക്കാനൊക്കെ ഒരുപാട് ചിലവുണ്ട്. പഴയ രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാർക്ക് ഇതൊക്കെ വരുന്നത് ഒരു ദിവസം. ഇപ്പോൾ നമ്മൾ എണ്ണ മറന്നാൽ ധാരയെ ഒന്നും പറയില്ലേ, അതുപോലെ നിത്യം തേക്കേണ്ട എണ്ണ മറന്നാൽ പിന്നീട് അത് ധാരയായിട്ട് ഒഴിക്കേണ്ടി വരും. ആ അവസ്ഥയുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് അതാത് സമയത്ത് തന്നെ ചെയ്തു പോകുന്നതാണ് അതിൻ്റെ രീതി. അതാ പറയുന്നത്, ഒന്നും ചിന്തിക്കേണ്ട, നമ്മളുടേതായ ഒരു സംഭാവന ഇതിൽ ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ കേട്ടറിഞ്ഞാണ്, നമ്മൾ അറിഞ്ഞ് പഠിച്ചതാണ്. അനുഭവസ്ഥൻ പറയുന്നത്, തൊട്ട് മുന്നിലുള്ള ആൾ പറയുന്നത് കേട്ടിട്ട്, ഇപ്പോൾ ഒരു ATM മെഷീനകത്ത് കയറുമ്പോൾ ഒരാൾ കയറി അതേപോലെ ഇറങ്ങണോ? അപ്പോൾ നമ്മൾ എന്തേ പൈസ ഇല്ലേ? ഇല്ല. എന്നാൽ നമ്മൾ കയറി തിരിച്ചു വരും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അനുഭവസ്ഥൻ പറയുമ്പോൾ കേട്ട് നമ്മുടെ സമയം കളയാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാതിരിക്കുക. ഇപ്പോൾ ഒരാൾ റോട്ടിൽ കൂടെ പോകണു, അയാളൊരു കുഴിയിൽ വീണു, ഒരു വാഹനം കുഴിയിൽ വീണു. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലേ? വീണ്ടും നമ്മൾ ചാടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മുന്നിൽ പോകുന്നതിൻ്റെ അനുഭവം കണ്ടുകൊണ്ടും ആ അനുഭവം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം, ദോഷം നമുക്ക് വരാതിരിക്കാനാണ് നമ്മൾ അനുഷ്ഠാനങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് പറയണം. ഇപ്പൊ പുറത്തുള്ള ആൾക്കാർക്ക് വരാൻ അസൗകര്യം ഉണ്ടായി, അല്ലെങ്കിൽ അത് ഭൂമിയിൽ എവിടെയാണെങ്കിലും ചെയ്യാം. അത് പ്രശ്നമല്ല. ചെയ്യുക എന്നുള്ളതാണ്, സങ്കല്പത്തിനാണ് ശക്തി. ഭൂമിയിൽ എവിടെയാണെങ്കിലും ചെയ്യാം. ഇന്നടെ തന്നെ, ഇന്ന പുഴയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ന കുളത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. എവിടെയാണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇപ്പോൾ ദൂരെ നിൽക്കുന്ന മക്കളും നാട്ടിൽ നിൽക്കുന്ന അമ്മമാരും അച്ഛന്മാരും തമ്മിലും അതേ പിതാവ് മാതാവ് ബന്ധം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീ പുത്ര ബന്ധം നിലനിൽക്കുന്നില്ലേ, അല്ലെങ്കിൽ മാതൃബന്ധം നിലനിൽക്കുന്നില്ലേ? അപ്പൊ ദൂരം പോയി അല്ലെങ്കിൽ കുറച്ച് അകലെയാന്ന് വിചാരിച്ചിട്ട് ആ ബന്ധം മാറുന്നില്ലല്ലോ. പരിമിതിയൊക്കെ നമുക്കല്ലേ ഉള്ളൂ, ഈശ്വരനില്ലല്ലോ, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത മറ്റു ശക്തികൾക്കില്ലല്ലോ. അപ്പൊ എവിടെയാണെങ്കിലും അത് ചെയ്യുക എന്നുള്ളിടത്താണ് അതിന്റെ പ്രാധാന്യം. അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കാം. പിന്നെ കുടുംബത്തിൽ ഇപ്പോൾ കുലാചാരമൊക്കെ ആണെങ്കിൽ അത് ആര് കൊണ്ടുപോകണം, ആർക്കത് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ആദ്യമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ എല്ലാം ഒരു ദീർഘവീക്ഷണത്തോടെ ചെയ്യണം. അപ്പോൾ ഏത് കാര്യം ഏറ്റെടുക്കുമ്പോഴും അതിന് മുന്നേ നമ്മൾ അതിന് ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണം. അങ്ങേ അറ്റം വരെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കണം. ഇന്നത്തെ ചിന്തയും ഇന്നത്തെ സൗകര്യവും അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ ആയിരിക്കില്ല, ഇന്നത്തെ ആരോഗ്യം ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അത് കൈമാറാൻ പറ്റിയ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇതെല്ലാം ചിന്തിച്ചിട്ട്, ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ചെയ്തിട്ട് അത് പാതി വഴിക്ക് ഇടുന്നതിനേക്കാൾ നല്ലത് ആ കാര്യം ചെയ്യാതിരിക്കുന്നതാണ്. ലളിതമായിട്ട് കൊണ്ടുപോയാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ആളുകൾക്ക് ഒരു ആവേശത്തിൽ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ കൊല്ലം ഇത് നമ്മൾ ചെയ്യണമെന്ന് പറയുമല്ലോ. അതാണ് പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം. അതാത് നിഷ്കർഷിച്ച പോലെ തന്നെ ചെയ്യണം. അതാണ് വേണ്ടത്. അതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ പറയും. പിന്നെ എന്ന് വെച്ചാൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോഴേ, ഇപ്പോൾ നമ്മളിപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുമല്ലോ. അതായത് ഒരു വ്യക്തി ജനിക്കുന്നു, അദ്ദേഹം ജീവിക്കുന്നു, അത് മരണപ്പെടുന്നു, ഇതുവരെ നമുക്കറിയുള്ളൂ. ഇതിനപ്പുറത്ത് നടക്കുന്ന കാര്യമാണ് ഈ തിരോധാനം, ലയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി സംഹാരം വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മരണം വരെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഒരു വ്യക്തിക്കും ജീവിക്കും ഓരോ ആശയങ്ങൾക്കും, ഒരു നമ്മൾ ചെയ്യുന്ന ജോലിക്കും തൊഴിലിനും ആരാധനയ്ക്കൊക്കെ ഇതുണ്ട്. ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മരണപ്പെടുന്നവരെയുള്ള അവസ്ഥയാണ് ഈ സംഹാരം. അതിനുശേഷം ഇത് തിരോധാനത്തിലേക്ക്, തിരോധാനം വെച്ചാൽ കാണാതെ പോവുക, അതാണ് അതിന്റെ അർത്ഥം മേളവാക്കിന്. തിരോധാനം വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകുക, എവിടെയാണെന്ന് അറിയില്ല. തിരോധാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തിരോധാനത്തിന് ശേഷമാണ് അത് ലയം ഉണ്ടാകുന്നത്. ലയമാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വിഷ്ണുപാദം ഒക്കെ ചേരാൻ, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ലയിക്കുന്നതിനാണ് ഈ പറയുന്നത്. നമ്മളതിന് വിഷ്ണുപാദം പോകുക എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ബ്രഹ്മത്തിൽ നിന്ന് വന്ന് ഒരു ഊർജ്ജമായി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അത് ജീവിച്ച് അതിനൊരു നിശ്ചിത കാലം കഴിയുമ്പോൾ വീണ്ടും അത് പ്രപഞ്ചത്തിൽ പോയി തിരിച്ചാ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നതിന് മുമ്പുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡാണ് ഈ തിരോധാനം. ചുരുക്കം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന അവസ്ഥ. ഒരാൾ ബസ്സിൽ വന്ന് ഇറങ്ങി, അയാൾ രാവിലെ ജോലിക്ക് പോയതാ, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ജോലി കഴിഞ്ഞ് ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അയാളെ കണ്ടില്ല, അയാൾ പോണോ കണ്ടില്ല, വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ അയാൾ അപ്പുറത്തെ കടയിൽ കയറി ബേക്കറി വാങ്ങുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആ സമയത്ത് അയാളെ കാണാതെ പോയ ആ സമയത്തിനാണ് നമ്മൾ ഈ തിരോധാനം. അയാളെ കാണാനില്ല. അതിനുശേഷം അയാൾ സാധനം വാങ്ങിക്കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തും. അപ്പൊ അതിന്റെ ഇടയിലുള്ള അപ്പൊ ലയിച്ചു, വീണ്ടും വീടെത്തി. ബ്രഹ്മത്തിൽ നിന്ന് വന്ന് ബ്രഹ്മത്തിൽ തന്നെ പോകുന്നു. ചിലത് അത് പോകാൻ തടസ്സമുണ്ടായി നിൽക്കുന്നതാണ് പ്രേതാവസ്ഥ, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ.
അതാണ് അതിൻ്റെ അവസ്ഥ. പിന്നെ ലയിച്ചാലും ചെറിയ ചില പ്രേതാത്മാക്കൾക്ക് അവരുടെ ആ ഒരു അവശേഷിപ്പിൻ്റെ ചെറിയൊരു കണം എപ്പോഴും അവിടെ ഉണ്ടാവും. പൂർണ്ണമായിട്ടും ആ ഒരു ലയം സംഭവിച്ചിട്ടുണ്ടാവില്ല. അതുപോലും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. ചില വീടുകളിലൊക്കെ മരണപ്പെട്ട മിക്കവാറും അത് പ്രായം എത്തി മരിച്ചവരിലാണ് കണ്ടിരിക്കുന്നത്. ആളുകൾ വിചാരിക്കുക ദുർമരണപ്പെട്ടതെന്നല്ലേ. ദുർമരണപ്പെട്ടത് വേറെ രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നത്. പക്ഷെ അതുപോലെ പ്രായം ചെന്ന്, കാരണം അദ്ദേഹം അത്രയും വർഷം ഭൂമി ജീവിച്ചില്ലേ, എത്ര വർഷം ജീവിക്കുന്നോ അത്രയും. ഇപ്പൊ ചെറിയൊരു ചെടി പിഴുതെടുക്കുന്നതും ഒരു വടവൃക്ഷം മുറിച്ച് മാറ്റാനുള്ള ബുദ്ധിമുട്ട് രണ്ടല്ലേ. എക്സ്പീരിയൻസ്ഡ് ആണ്, ഭൂമി ജീവൻ കണ്ടു. അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ അത്രയും വർഷം അദ്ദേഹം ഈ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. അപ്പൊ ആ സാന്നിധ്യത്തിന്റെ അവശേഷിപ്പ് അവിടെ ഉണ്ടാവും. അപ്പൊ അവരുടെ സാധനങ്ങളൊക്കെ തൊടുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഉദാഹരണം, പഴയ ഒരു മുത്തശ്ശി ഒരു മുറുക്കാഞ്ചെല്ലം ഉപയോഗിച്ചിരുന്നു. ആ മുറുക്കാഞ്ചെല്ലം ആ മുത്തശ്ശി മരണപ്പെട്ട് കുറേ വർഷത്തിന് ശേഷം എന്തോ സാധനങ്ങൾ തട്ടിക്കൂട്ടി എടുത്ത കൂട്ടത്തെ കിട്ടി. ഇത് എന്തെങ്കിലും കൗതുകത്തിന് ആ വീട്ടിലെ ആരെങ്കിലും അത് എടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ മോശം അനുഭവം ഉണ്ടാവണ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായ അനുഭവമുണ്ട്. കാരണം അവര് ഒരു 10-18 വയസ്സ് തൊട്ട് മുറുക്കണ സ്ത്രീയായിരിക്കും. 90 വയസ്സ് വരെ മുറുക്കി. അപ്പൊ അത്രയും നാള് അവരുടെ ഒരു അവയവം പോലെ അവർ കൊണ്ടുവരുന്നതാണ് ഈ മുറുക്കാഞ്ചെല്ലം. മുറുക്കാഞ്ചെല്ലം ആവണം, ചിലപ്പോൾ കണ്ണടയായിരിക്കാം, ചിലപ്പോൾ ഒരു ബാഗ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ എന്തോ ആവാം. ചിലപ്പോൾ ഇങ്ങനെ കുത്തി കിടക്കുന്ന ഊന്നായിരിക്കാം. അപ്പൊ അവരുടെ ശരീരം നമ്മളറിയാതെ തന്നെ ചില സാധനങ്ങൾ, ഇപ്പൊ കണ്ണട വെച്ചിട്ട് കണ്ണട തരയുന്ന ആളുകളില്ലേ, കണ്ണട മൊത്തമുണ്ട് പക്ഷെ എന്റെ കണ്ണട എവിടെയെന്ന് വെക്കും. അത് എന്തുകൊണ്ടാണ് വരണം? ആദ്യമായിട്ട് വെക്കുമ്പോൾ കണ്ണട വെച്ചതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് വെച്ച് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായ പോലെ തോന്നും. ഈ ഭാഗമായിട്ട് നമ്മളത് അങ്ങനെ അംഗീകരിച്ചു. അപ്പൊ അതുപോലെ ഈ വസ്തുക്കൾ, ഈ മുറുക്കാഞ്ചെല്ലോ അല്ലെ ഊന്നുവടിയോ കണ്ണടയോ എന്താ വെച്ചാൽ അത് ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. ഈ അവശേഷിപ്പിൽ അതൊക്കെ പെടും. അപ്പൊ ഇവര് പോയാലും അതിന്റെ ഊർജ്ജം അവിടെ ഉണ്ട് ആ വസ്തുവിലൂടെ. അതെടുത്ത് നമ്മൾ തോന്നിയ പോലെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുത്തശ്ശിയുടെ മുറുക്കാഞ്ചെടുത്ത് ഒരു പേരക്കുട്ടി കളിച്ചാൽ വെക്കണം അവിടെ നിന്നിട്ടൊരു അടി കൊടുക്കൂലേ. ഈ അടി ഇവിടെയും കിട്ടും. പക്ഷെ മുത്തശ്ശി ആകുമ്പോൾ പേരക്കുട്ടിയാണ്, അതിന് വേദനിക്കരുത് എന്നുള്ള രീതിയിൽ പയ്യൊരു അടി അടിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരടി കൊടുക്കണം, എന്നാൽ ശരീരവും ഇല്ല. അപ്പൊ അതിന് പറ്റുന്ന പോലെ അത് അടിക്കാൻ നോക്കും. അത് സാധാരണ ഭൂമിയിലുള്ള മനുഷ്യന് സഹിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഇത് എത്രത്തോളം ശരിയാണെന്ന് ഞാൻ ഇത് ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ പ്രേതാത്മാക്കൾക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയ പ്രകൃതിയിലെ ഇത് കാറ്റാന്ന് പറയും, വായു. അപ്പോൾ അത് വെച്ചിപ്പോ ഒരു നാളികേരത്തിന്റെ കൊല താഴ്ത്തിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതാണോ അതും തോണ്ടി വിളിക്കുന്നത് ഒരുപോലെയാണോ? വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്കൊരാളെ വിളിക്കണം, നമ്മളൊരു ചെറിയ എന്നുണ്ടെങ്കിൽ വിളിക്കും. ഇവർക്ക് അത് വിളിക്കാനുള്ള ശരീരമില്ല. അപ്പോൾ ഒരു മരച്ചില്ല പൊട്ടിച്ച് തലയെ കൂടെ വീഴ്ത്തിയാലോ, അല്ലെങ്കിൽ ഒരു നാളികേരത്തിന്റെ കൊല താഴേക്ക് വീണോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ലക്ഷണങ്ങളൊക്കെ പറയുന്നത്. അനുഭവങ്ങൾ ഉണ്ടായി, ഞങ്ങളത് പറഞ്ഞപ്പോൾ അതേ സമയം മരച്ചില്ല പൊട്ടി വീണു, അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ ഉടനെ തട്ടി വീണു, ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ പഞ്ചറായി. എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. വാഹനത്തിൽ പോകുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഒരു ക്രിയ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതുപോലെ സമാനമായൊരു പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമുക്ക് എന്താണോ നമ്മളുടെ അന്നത്തെ അനുഭവങ്ങളോ നമ്മൾ വൈകിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും വേറെ വ്യക്തി സംസാരിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ എന്തായി ഇപ്പോഴുള്ള പ്രശ്നം? ഇങ്ങനെയാണ്, അത് കുറച്ച് കൂടിയ പ്രശ്നം, ആ രീതിയിലൊന്നും സംസാരിച്ചു. അതങ്ങനെ ചില്ലറ സാധനം നമ്മളിങ്ങനെ താന്ത്രികമായ അല്ലെങ്കിൽ മാന്ത്രികമായ ഭാഷ വിട്ട് നമ്മൾ വളരെയധികം അടുപ്പുള്ളവരോട് നമ്മൾ തമാശ അത് കുറച്ച് കൂടിയ ഐറ്റാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെയൊന്നും നിൽക്കില്ല എന്ന് തോന്നുന്നു. പൊട്ടി, ടയർ പൊട്ടി, വണ്ടിയുടെ നിമിഷം കൊണ്ട് പൊട്ടി. അപ്പോൾ വേഗത കുറവായതുകൊണ്ട് അത്ര വലിയ നമുക്ക് കൺട്രോൾ കിട്ടിയിട്ട് അപ്പോൾ രാത്രിയാണ്. അവിടെ അടുത്തൊന്നും നന്നാക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത ഇല്ല. പിന്നെ കുറച്ച് ദൂരെയുള്ള വീട്ടിലേക്ക് തള്ളിക്കൊണ്ട് പോകാൻ വേണമെങ്കിൽ തള്ളിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ പറയാണ്. വീണ്ടും അത് പറഞ്ഞു വന്നപ്പോൾ ഈ തള്ളു നമുക്ക് ശീലമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ശീലമായി. ഇപ്പം ഇത്രയും കൂടി ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഇത്രയൊക്കെ ശക്തി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചെരുപ്പ് പൊട്ടി. പുതിയ ചെരുപ്പിന്റെ അടിഭാഗം സോൾ ഉണ്ടല്ലോ, അത് അടർന്നു പോന്നിട്ട് നിലത്ത് കിടക്കണം. ഒരു ചെരുപ്പ് ഇങ്ങനെയും ഒരു ചെരുപ്പ് ഇങ്ങനെയും. അത് കഴിഞ്ഞു, അത് സ്വാഭാവികമായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഇതുപോലെ വീണ്ടും പറഞ്ഞു, മറ്റേ ചെരുപ്പ് പൊട്ടി. പുതിയ ചെരുപ്പ് നമുക്കത് പൊട്ടിച്ചതിന്റെ സോളിന്റെ ഭാഗം അടർന്നു പോവാണ്. ഇതെങ്ങനെ നമുക്ക് അത് പറയുന്ന സമയം പിന്നീട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും അതിന്റെ രീതിക്ക് തീർക്കുന്നവരെ, അതിന് ശാശ്വത പരിഹാരം ഉണ്ടാവുന്നവരെ, കറുത്ത പൂച്ച എവിടെ നോക്കിയാലും കറുത്ത പൂച്ച, രാത്രി കറുത്ത പൂച്ച, പകല് കറുത്ത പൂച്ച, അതുവരെ അന്തേവാസി പോലെ ചുറ്റി നടക്കുക വീടിന് ചുറ്റും ഈ കറുത്ത പൂച്ച. അത് ഒരു പ്രത്യേക രീതിയാണ്. സാധാരണ പൂച്ചയ്ക്കൊക്കെ പേടിയും, നമ്മളൊന്നിങ്ങനെ കൈ വാങ്ങിയാൽ തന്നെ അത് വളർത്തുന്നതല്ല, മുമ്പ് അവിടെ കണ്ട് നമ്മളെ പരിചയമുള്ളതും അല്ല. ഇതിന് 2 വിധത്തിലുണ്ട്. ഒന്നുകിൽ അത് നമ്മളെ പേടിച്ച് കണ്ട് ഓടും, ഇല്ലെങ്കിൽ ഇണങ്ങും, അല്ലെങ്കിൽ പൂച്ച കാലിന്റെ ഇടയിൽ കൂടെ നടക്കും. ഇത് രണ്ടും അല്ല ഈ പൂച്ച.
ഈ പൂച്ച ഇങ്ങനെ നിന്ന് നോക്കും കണ്ണിലേക്ക്. അതിന് കൈ കൊണ്ട് സാറിന് റിഫ്ലക്സ് ഉണ്ടാവില്ല, പുറകോട്ട് ആ, ഓടാനുള്ള ആ, tendency. ആ. ഇതിങ്ങനെ നിന്ന് നോക്കും. നമ്മൾ തൊട്ടടുത്ത് എത്തണവരെ നോക്കും. അത് കഴിഞ്ഞ് ഓടിയിട്ട് കുറച്ചപ്പുറം നിന്ന് നോക്കും. ഉം, ഇങ്ങനെ ഇരുന്ന് നോക്കും കണ്ണിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഓടിച്ചാൽ തൊട്ടപ്പുറത്ത് നോക്കും. എന്റെ ലൈറ്റ് പോയോ? സാധാരണ ഒരു പൂച്ച നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ ഇത് പോലോ, ആ. അപ്പൊ ഇത് തൊട്ടപ്പുറത്ത് പോയിട്ടിരിക്കും, വീണ്ടും നോക്കും. ഒരുപാട് ദൂരെയല്ല പോകുന്നത്, അതിന് അങ്ങനത്തെ ഭയമൊന്നുമില്ല. ഇപ്പുറത്തേക്ക് നോക്കും, അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഭാവേദം ഇല്ല അതിന്. ഉം, ഉം. അങ്ങനെ അതുപോലെ ഞാൻ ജപോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇത് അവിടെ അങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഈ കാലഘട്ടത്തിൽ മാത്രം പകല് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ വിഷയം എന്തെങ്കിലും അവിടെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പൂച്ച അവിടെ ഉണ്ടാവും. ഈ പ്രശ്നം നിത്യമായിട്ട് പരിഹരിച്ചു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ, ശക്തമായ നടുവേദന, അങ്ങനത്തെ പല പ്രശ്നങ്ങളും അത് കൈകാര്യം ചെയ്ത സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹരിച്ച് പോയ ശേഷം ഇന്ന് വരെ ഈ പൂച്ചയെ കണ്ടിട്ടില്ല. മാത്രമല്ല അവിടെയുള്ള എല്ലാ പൂച്ചകളും ആഹാരം കൊടുത്താൽ കഴിക്കും. ആഹാരം കൊടുത്താൽ മറ്റു പൂച്ചകളുണ്ട്, അപ്പോൾ ഡ്രൈ ഫുഡൊക്കെ കൊടുത്താൽ കഴിക്കും. നമ്മൾ കൊടുത്ത ആഹാരം കഴിക്കുന്നില്ല. ഇത് വെറുതെ അവിടെ ഒരു സാന്നിധ്യം. സാന്നിധ്യം. ആഹാരം കഴിക്കുന്നില്ല. ആഹാരം കഴിക്കാത്ത പൂച്ചകളുണ്ടോ? അതെ 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 അത് കഴിക്കുന്നില്ല. അതിനും ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ഉം. ഒരു ബാവുല് ഒച്ച ഉണ്ടാക്കണില്ല. സാധനം ഏത് പൂച്ചയാണെങ്കിലും നമ്മൾ ഒരു ഒച്ച ഉണ്ടാക്കുമല്ലോ, അതതിൻ്റെ ശബ്ദമില്ല. അപ്പം ഇതൊക്കെ വേറെ ആളോട് പറയുമ്പോൾ അത് നിങ്ങളുടെ ശാസ്ത്രം കൊണ്ട് ഞാൻ നിങ്ങളുടെ സൈക്കോളജി പ്രകാരം നിങ്ങളുടെ ബാല്യകാലത്തെ നിങ്ങളുടെ ഇത് ന്യൂറോ മറ്റെന്നൊക്കെ പറയും. ഇതൊന്നുമല്ല. നമ്മൾക്ക് ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഞാൻ പറയാം ഒരു കാര്യം. നമ്മൾക്ക് അറിയാവുന്നത് വളരെ പരിമിതമാണ്. നമ്മളുടെ കഴിവിനും പരിമിതിയുണ്ട്. കാഴ്ചയ്ക്കും നമ്മുടെ ഗന്ധം അറിയാനുള്ള, മണം അറിയാനുള്ള ശേഷിക്കും, കേൾവി ശക്തി പോലും അറിയാലോ. ഇത്ര ഡെസിബലിനും ഇത്ര ഡെസിബലിനും ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഡെസിബലിന് കൂടുതലുള്ള കൃത്യമായിട്ട് അതിന്റെ അളവ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതിന് കൂടുതലുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. സൂപ്പർ സോണിക് ആണ് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അതിൽ താഴെ ഡെസിബലുള്ള ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇതിന് മീറ്റർ ഉണ്ട്, ഒരു പരിധി ഉണ്ട്. നമ്മള് കാഴ്ചക്കുണ്ട്, ഗന്ധത്തിനുണ്ട്, കേൾവിക്കുണ്ട്, എടുക്കാവുന്ന ശബ്ദത്തിന്റെ അളവിനുണ്ട്, കുറയ്ക്കാവുന്ന ശബ്ദത്തിന്റെ അളവിനുണ്ട്. എല്ലാത്തിനും പരിമിതിയുണ്ട്. അപ്പൊ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒന്നും പൂർണ്ണമാണെന്നില്ല. പരിമിതികളുടെ ഉള്ളിൽ നിന്ന് കാണുന്ന കാഴ്ചയും അല്ലെങ്കിൽ കേൾക്കുന്ന കേൾവിയും അതിന്റെ രീതിക്കാവണമെന്നും നിർബന്ധമില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിവില്ല എന്ന് വെച്ചിട്ട് അതിനെ ഇല്ലാന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. അപ്പം ചുരുക്കത്തിൽ മനുഷ്യന് പരിമിതമായിട്ടുള്ള അറിവുകളേ ഉള്ളൂ, കഴിവുകളേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ളതുകൊണ്ട് അതിനിപ്പുറത്തേക്കുള്ളതും പ്രകൃതിയിലുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഇന്ന് നല്ലൊരു ചർച്ചയായിരുന്നു. അടുത്ത വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.